അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും മതം അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളെ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ സൗകര്യം പരിചയപ്പെടുത്താനും ഒരു സംവിധാനം സമർപ്പിക്കാനുമാണ് ഈ സന്ദർഭത്തിൽ വരുന്നത്. ഒറ്റ കാര്യം ഞാൻ പറയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് പറയുന്ന ഒരു പരാതിയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. അള്ളാഹുവേ, എൻ്റെ ജനങ്ങൾ ഈ ഖുർആനിനെ തള്ളിക്കളഞ്ഞു. ഈ ആയത്ത് കേൾക്കാത്തവർ ഉണ്ടാകാം, പക്ഷെ കേട്ടവരായിരിക്കും കൂടുതൽ ആളുകളും. ഈ തള്ളിക്കളയൽ എന്താണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലനെ പോലെയുള്ള, ഇബ്നു കസീർ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്, ഈ തള്ളിക്കളയൽ എന്ന് പറഞ്ഞാൽ തർക്കു തദബ്ബുരിഹി വ തഫഹുമി മആനീഹി. ഖുർആനിനെ കുറിച്ചുള്ള ഉറ്റാലോചനകൾ അഥവാ ആയത്തുകൾ ഇങ്ങനെ ഓതിപ്പോകുമ്പോൾ ആ ആയത്തും ഞാനും തമ്മിൽ എന്ത് എന്ന് ആലോചിച്ചുകൊണ്ട് എഡിറ്റിംഗ് വരുത്തി മുന്നോട്ട് പോകുന്ന രീതി ഒഴിവാക്കുക. അത് ആ രീതി ഉണ്ടാവണമെങ്കിൽ വ തഫഹുമിഹി, അത് മനസ്സിലാകണം. നിസ്കാരത്തിൽ ഓതുന്ന സൂറത്ത് പോലും നമുക്കറിയില്ല, വലിയ ഡിഗ്രിയും കോഴ്സും ഒക്കെ ഉണ്ടാകും. നാട്ടിലെടുക്കുന്ന പൊളിറ്റിക്കൽ അപ്ഡേഷൻസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടാകും. പലതരം പലഹാരങ്ങൾ വെക്കാനറിയും, പലതരം തുന്നൽ മുതൽ എല്ലാം അറിയും. അങ്ങനെയുള്ള ഓരോ മേഖലയിലുള്ള ആളുകൾക്ക് വ്യത്യസ്ത വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യും. പക്ഷേ വിശുദ്ധ ഖുർആനിൽ പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ പലപ്പോഴും അറിയാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് ഒരു ശരിയായ പരിഹാരം എന്ന് പറയുന്നത് ഉറപ്പിച്ച് പറയാൻ പറ്റും, നമ്മൾ ഖുർആൻ പഠിക്കലാണ്. ഖുർആൻ വളരെ എളുപ്പമാണ്. മുമ്പൊക്കെ ആണെങ്കിൽ ഖുർആൻ പഠിക്കാൻ ഏതെങ്കിലും ഒരു ഉസ്താദിനെ മുന്നിൽ പോയിരിക്കേണ്ടിയിരുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പഠിക്കേണ്ടത്. മുന്നിൽ പോയിരുന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ അതിനാണ് ഫസ്റ്റ് പ്രിഫറൻസ്, ആദ്യ പരിഗണന. എന്നാൽ ഇന്ന് പീസ് റേഡിയോ ഒരു പുതിയ വിപ്ലവം കൊണ്ടുവന്നിരിക്കുകയാണ്. ലോകത്തെ 73 രാഷ്ട്രങ്ങളിലെ പഠിതാക്കൾക്ക് വേണ്ടിയിട്ട്, മലയാളികൾക്ക് വേണ്ടിയിട്ട്. അവിടെ ഒന്നും മലയാളത്തിൽ പഠിക്കാൻ സൗകര്യങ്ങളില്ല. അന്നൂർ എന്ന പേരിൽ ഒരു പുതിയ സംരംഭം കഴിഞ്ഞ 6-7 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരംഭിച്ചു. അതിൽ 13 മൊഡ്യൂളുകൾ അവസാനിച്ചു. 448 ക്ലാസുകൾ നമ്മളതിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. 168 വചനങ്ങൾ അതിൽ 8-9 തഫ്സീറുകളെ അടിസ്ഥാനമാക്കി പഠിപ്പിച്ച് കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അത് വളരെ സ്കോളേഴ്സിനുള്ളതാണ്. അതിൽ സ്കോളേഴ്സ് മുതൽ 80 വയസ്സ് പ്രായം ചെന്ന ഉമ്മ വരെയുള്ള സാധാരണക്കാരും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ അടങ്ങുന്ന ആയിരങ്ങൾ പഠിക്കുന്ന ഒരു സംരംഭമാണ്. 8884 മിനിറ്റുകൾ ആളുകൾ ഖുർആൻ പഠിച്ചു. ഇപ്പോൾ വ്യത്യസ്ത സമയങ്ങളിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ അതിൻ്റെ കോഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം, ടെക്നിക്കൽ പ്ലാറ്റ്ഫോം, അതിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നമ്മളോട് നിരന്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാറ്റങ്ങളുടെ ആദ്യഘട്ടം, ഒന്നാം പടി, പ്രാഥമിക കാര്യങ്ങൾ നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. ആ കൺഫ്യൂഷൻസ് തീർക്കാൻ പീസ് റേഡിയോ കോഴ്സ് വിഭാഗത്തിൻ്റെ മേധാവി, അതിൻ്റെ കോർഡിനേറ്റർ ഷംജിത്ത് കെ ഞാനുമായിട്ട് ഈ ഒരു ഡിസ്കഷനിൽ ജോയിൻ ചെയ്യാണ്. ഷംജി, നമ്മൾ അന്നൂർ കോഴ്സിൻ്റെ ഒരു പുതിയ പ്ലാറ്റ്ഫോം വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലക്ക് നമുക്കതിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് പറയേണ്ടത്. അപ്പം പീസ് റേഡിയോ അന്നൂർ ഇതൊന്നും അറിയാത്ത കുറച്ച് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. അവർക്ക് ആദ്യം നമ്മൾ എങ്ങനെ പീസ് റേഡിയോ കിട്ടുന്നതായിരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. ജസ്റ്റ് അതൊന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് എന്ത് ചെയ്യണം, പീസ് റേഡിയോൻ്റെ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതുവഴിയാണ് നമുക്ക് ഈ കോഴ്സ് ഓപ്ഷൻ, പീസ് റേഡിയോൻ്റെ വ്യത്യസ്ത കോഴ്സുകളുള്ള ഈ ഒരു കോഴ്സ് ഓപ്ഷൻ നമുക്ക് കിട്ടുക. അപ്പോൾ ശംജി, അത് ശരി. നമ്മൾ പുതിയ റേഡിയോ ഒട്ടും അറിയാത്ത ആൾക്കാരെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയണത്. അവർ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് പീസ് റേഡിയോ ഒന്ന് കൊടുത്തിട്ട് അവർ ഡൗൺലോഡ് ചെയ്യണം. ഇനി അതും അറിയാത്ത ആളുകൾക്ക് ഞാനൊരു വഴി പറഞ്ഞു കൊടുക്കാം. നമ്മളെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഒരു നമ്പറുണ്ട്, 9020 840 നിങ്ങളൊരു ടെക്സ്റ്റ് അയക്കുക, ഞാൻ ആദ്യമായിട്ട് പീസ് റേഡിയോ പരിചയപ്പെട്ട ആളാണ്, എനിക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള വഴി പറഞ്ഞു തരണം എന്ന് നിങ്ങൾ ടെക്സ്റ്റ് ആയിട്ട് അയക്കുക. വോയിസ് ആയിട്ട് അയക്കുമ്പോൾ ചിലപ്പോൾ പ്രതികരിക്കാൻ വൈകും. ഇനി ഷംജി, ഈ നിലവിൽ റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത ആളുകളോട് പറയൂ.
ഇപ്പോൾ നിലവിലുള്ള പഠിതാക്കൾ കോഴ്സ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പീസ് റേഡിയോന്ന് കോഴ്സ് ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവിടെ രജിസ്ട്രേഷൻ വിൻഡോ വന്ന് നിൽക്കും. പക്ഷേ അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അതിലുള്ള ഫീൽഡ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയായിട്ടായിരിക്കും കാണാം. ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതെ, ടൈപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പീസ് റേഡിയോ ആപ്പ് എന്ത് ചെയ്യണം, ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യണം. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ പ്ലേ സ്റ്റോർ തുറന്നിട്ട് പീസ് റേഡിയോ ഒന്ന് ഒരിക്കൽ കൂടെ എന്ത് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിൽ വന്നിട്ടുണ്ടാവും, അവിടെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണിക്കും. നേരത്തെ ഉള്ള ആളുകൾക്ക് അപ്ഡേറ്റ് ആയിരിക്കും, പുതിയ ആളുകൾക്ക് അത് ഡൗൺലോഡ് ആയിരിക്കും. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടെ ആ ഒരു സ്ക്രീനിലേക്ക് കോഴ്സ് ഓപ്ഷനിലേക്ക് വരാം. അപ്പോൾ അവിടെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രജിസ്ട്രേഷനിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വിവരങ്ങളെല്ലാം, നമ്മുടെ എല്ലാ വിവരങ്ങളും അതിൽ നൽകിയ ശേഷം രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു പാസ്വേഡ് OTP നമുക്ക് കിട്ടും. നമ്മുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ SMS-ലോ ആയിരിക്കും എന്ത് ചെയ്യുക, അത് കിട്ടുക. നിലവിലത് വാട്സപ്പിലേക്കാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾക്ക് അവിടെ ചെറിയൊരു ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. പണ്ട് ആ ഇഷ്യൂ ഉള്ള ആളുകളുടെ അടുത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഒരു 80 വയസ്സായ ഉമ്മ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും കൂടി നമ്മൾ പറയാണ്. അതായത് അവർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കോഴ്സ് ഓപ്ഷനിൽ വരും. അപ്പോൾ അവരെ പേര്, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്, പേര്, വയസ്സ്, അതുപോലെ അവരുടെ അഡ്രസ്സ്, മെയിലാണോ ഫീമെയിലാണോ. അപ്പോൾ ആളുകൾ ഇങ്ങനെ തോന്നും, ഇതൊക്കെ എന്തിനാ ഇവർക്കും തോന്നും. അത് നമ്മൾ അവരോട് കറക്റ്റ് പറയാണ്, നിങ്ങളെ വയസ്സ് ചോദിക്കുന്നത് നിങ്ങൾ സുന്ദരന്മാരാണോ സുന്ദരികളാണോ എന്ന് അറിയാനൊന്നും വേണ്ടിയല്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കോഴ്സ് ചെയ്യണത് ഏത് വയസ്സുള്ളവരാണ്. അപ്പോൾ അവരെ പരിഗണിച്ച് ക്ലാസ് എടുക്കാനാണ്. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസ യോഗ്യത പുറത്തേക്ക് ഇടാനൊന്നുമല്ല, പബ്ലിഷ് ചെയ്തിട്ട് ഇതാക്കാനല്ല. ഏത് തരം എഡ്യൂക്കേഷൻ കാറ്റഗറിയിലുള്ളവരാണ് ഇത് പഠിക്കണത്, അപ്പോൾ അതിനനുസരിച്ച് ആ ക്ലാസ്സിലും അതിൻ്റെ ക്വസ്റ്റ്യൻസിലും ഒക്കെ ഒരു ചെറിയ ക്രമീകരണമൊക്കെ വരുത്താനാണ്. അതിലുള്ള എല്ലാ ഡാറ്റയും ചോദിക്കുന്നത് വളരെ ജെന്യൂനാണ്. എല്ലാം കൂടി ഒരു യൂട്യൂബിലൊരു പ്ലാറ്റ്ഫോമിലൊന്നും പറയേണ്ടതല്ല. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസ്തമായി തരാൻ നിങ്ങളെ ഡാറ്റ വിട്ടുക്കും പോകില്ല. അത് പടച്ചോൻ സാക്ഷിയാണ്. നമ്മളെന്തെങ്കിലും ആർക്കും ഇത് വിൽക്കാനൊന്നും പോകുന്നില്ല. നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ ഡാറ്റ ഉണ്ട്, എന്നവരെ വിറ്റിട്ടില്ല. അതുകൊണ്ട് അതിങ്ങനെ പൂർത്തിയാക്കിയതിന് ശേഷം രജിസ്റ്റർ ബട്ടൺ ഞെക്കണം. അതെ. അപ്പോൾ എന്താ സംഭവിക്കുക, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോം പേജിലേക്കാണ് പോകുക. ഞാൻ അടക്കട്ടെ. ഇനി നമ്മൾ ഇത് ചെയ്യാൻ കഴിയാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, പല കാരണങ്ങളാൽ. അപ്പോൾ അതിലൊന്നും നിങ്ങൾ പറഞ്ഞത് പിന്നെ എന്താണ്, വാട്സപ്പ് നമ്പർ വേറെയും രജിസ്റ്റർ ചെയ്യുന്ന നമ്പർ വേറെയുള്ള ആൾക്കാർ. അപ്പോൾ അവരിത് എന്ത് ചെയ്യും, അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഭാഗം വന്നിട്ടാവും, സ്ക്രീനുകൾ കാണുന്നത് പോലെ. ഈ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം 9747845845 എന്ന നമ്മുടെ കോഴ്സിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയക്കുക. എന്ത് ചെയ്യണം, പാസ്വേഡ് OTP വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇവിടുന്ന് എന്ത് ചെയ്യും, നമ്മുടെ ഓഫീസിൽ നിന്ന് അത് ആ പാസ്വേഡ് എടുത്ത് നിങ്ങൾക്ക് തരും. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കയറാൻ വേണ്ടി പറ്റും. അതെ. അഥവാ അങ്ങനെ വാട്സപ്പ് വേറെയും പിന്നെ രജിസ്റ്റേർഡ് നമ്പർ വേറെയുള്ള എൻ്റർ ചെയ്യാൻ കഴിയാത്ത, മീൻസ് രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കാൻ കഴിയാത്ത എല്ലാ ആളുകൾക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ ഒന്നുകൂടി പറഞ്ഞോളൂ. 9747845845 97 ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അവരുടെ ഇഷ്യൂ പരിഹരിച്ചു കൊടുക്കും. ഒരു 48 hours കൊണ്ട് പരിഹരിക്കും നമുക്ക് ഏകദേശം പറയാം. എന്നിട്ട് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഞാനത് ശ്രമിച്ചു പിന്നെ എനിക്കത് പറ്റിയില്ല എന്ന് പറഞ്ഞ് പോകരുത്. നമ്മുടെ ഖുർആൻ പഠനത്തിനുള്ള ഒരു വ്യവസ്ഥാപിതമായ സംരംഭമാണ്. വളരെ ചെറിയ അധ്വാനം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംരംഭമാണ്. അത് നമ്മൾ പറഞ്ഞല്ലോ, ആഴ്ചയിലാകെ 3 ക്ലാസ്സേ ഉള്ളൂ, 20 മിനിറ്റ് വീതമുള്ള ക്ലാസ്സാണ്. അതെന്നെ സ്പീഡാക്കി കേൾക്കാൻ ഇപ്പോൾ സൗകര്യമുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കൂടെ കേൾക്കാം അല്ലേ, നേർപകുതി സമയം കൊണ്ടൊക്കെ കേൾക്കാവുന്ന സൗകര്യം അടക്കമുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു ഘട്ടത്തേക്ക് പോവാം. ഇപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ നമ്പർ എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ പാസ്വേഡ് അടിക്കണം. നമ്മൾ ഈ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പാസ്വേഡ് ഒരിക്കൽ കൂടെ കിട്ടും. അത് നമ്മൾ കോപ്പി എടുത്ത് ഇവിടെ എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. ഫോർഗോട്ട് പാസ്വേഡ് മുകളിൽ വന്ന് കിടക്കുന്നുണ്ട്. അതെ അല്ലേ, നമ്മൾ വേറെ എവിടേക്കും പോകുന്നു വേണ്ട. അത് അവിടെ തന്നെ വന്ന് കിടക്കും. അവിടെ തൊട്ട് ഐഫോണിലൊക്കെ അത് വേറെ പോകണം, നമ്മളെ നമ്പറിൽ പോയി കോപ്പി ചെയ്യണം. എനിക്ക് അങ്ങനെയാണ് അനുഭവം ഉണ്ടായത്. അത് നമ്മൾ അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്ത് ചെയ്യും, ഐഫോണിൽ അപ്ഡേറ്റ് വന്ന പ്രശ്നം പരിഹരിക്കപ്പെടും. അപ്പോൾ ഐഫോണിന്റെ ഇഷ്യൂ ഇവിടെ അത് അഡ്രസ്സ് ചെയ്യണം തോന്നുന്നുണ്ട്. ഐഫോണിൽ നിലവിലിപ്പോൾ ഇങ്ങനെ ഈ ആപ്പ് വഴി കയറിയാൽ കിട്ടൂല. ഐഫോണിന്റെ ആളുകൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഇതേ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടും, അങ്ങനെയല്ലേ? അതെ. ആ ലിങ്കിൽ കയറിയിട്ട് ഇതേ പണി ചെയ്യണം. ഒരിക്കലും ആപ്പ് നിന്ന് ചെയ്യാൻ ഇപ്പം
കഴിയില്ല. ഐഫോണിലൊരു അപ്ഡേഷൻ വരാനുണ്ട്. ആ അപ്ഡേഷൻ വേഗത്തിലാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ പൂർത്തീകരിച്ചാലേ ആ അപ്ഡേഷൻ ആവുള്ളൂ. ഐഫോൺ കുറച്ചുകൂടി സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൂടുതലാണ്. അതുകൊണ്ട് പല പല ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് വാലിഡേറ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് അതിൽ സാങ്ഷൻ ആവുള്ളൂ. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത ശേഷം അത് ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആപ്പ് പോലെ തന്നെ ആ കോഴ്സ് ഓപ്ഷൻ എന്ത് ചെയ്യും അവരുടെ ഫോണിൽ കിട്ടും. ആ രൂപത്തിൽ അവർക്കത് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഒരിക്കൽ എന്ത് ചെയ്താൽ മതി, അവരതിൽ ലോഗിൻ ചെയ്താൽ മതി. പിന്നീട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ലോഗിൻ ആകും. ആ രൂപത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഹോം സ്ക്രീനിലേക്ക് കിടക്കുകയാണ്. പറഞ്ഞോളൂ ഷംജി, പറഞ്ഞോളൂ. അപ്പോൾ ഈ ഹോം സ്ക്രീനിൽ നമുക്ക് പുതിയ ഒരാൾ അതിലേക്ക് കയറുന്ന സമയത്ത് ലൈവായിട്ട് നമ്മുടെ ഇപ്പം റേഡിയോയിൽ റണ്ണിങ് ആയിട്ടുള്ള കോഴ്സുകളാണ് അതിൽ കാണിക്കുക. ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള കോഴ്സുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിൽ ഓപ്ഷൻ ഉണ്ട്. അതിന് നേരെ എന്ത് ചെയ്യും, ഒരു പച്ച ഒരു ബബിള് അതിങ്ങനെ മിന്നി മിന്നി കളിക്കും. അതായത് ഞാൻ ആ വാക്കൊന്നുകൂടി വിശദീകരിക്കുകയാണ്. ഈ നിലവിൽ ഇപ്പോൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ 500 ഉണ്ട്. അപ്പോൾ ആ ബബിളിൽ കാണുക ആ സമയത്ത് നടക്കുന്ന കോഴ്സുകളാണ്. അതെ അതെ, ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്ന കോഴ്സുകളാണ് കാണുക. ഇപ്പം നിലവിൽ റേഡിയോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളാണ് ആ ഒരു ഭാഗത്ത് കാണിക്കുക. അതിന് നമ്മളിപ്പോൾ നിലവിലിട്ട പേര് ലൈവ് എന്നാണ്. ലൈവ് കോഴ്സസ്. ലൈവ് കോഴ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അബ്ദുൽ ജബ്ബാർ മദീൻ ഇങ്ങനെ ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കരുത്. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ ഉസ്താദ് മറുപടി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. അത് റെക്കോർഡഡ് ക്ലാസ്സാണ്. ആ റെക്കോർഡഡ് ക്ലാസ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ്. ലൈവ് എന്നുള്ളതിനൊരിക്കലും തത്സമയ സംപ്രേഷണം എന്നുള്ള അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. കോഴ്സ് നടക്കുന്ന ഈ സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സ്, ഈ വീക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സ്, അതാണ് ഉദ്ദേശം. പിന്നെ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ സംഭവം, അതിൽ തന്നെ നമ്മൾ എൻറോൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം എൻറോൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ. അപ്പോൾ 500 മൊഡ്യൂൾ 14 അതിന് തൊട്ട് വലതുവശത്തായിട്ട് എൻറോൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതോട് കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിൽ എന്ത് ചെയ്യും, ഫുൾ ടൈം ആ ഒരു ഭാഗം കാണും. ഇപ്പോൾ നമ്മൾ 2 കോഴ്സുകളാണ് ഇപ്പോൾ ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്നത്. ഒന്ന് 500 മൊഡ്യൂൾ 14 ഒന്നൊരു ടെസ്റ്റ് കോഴ്സാണ്. അപ്പോൾ ഞാൻ ഈ 500 മൊഡ്യൂൾ 14 എന്നുള്ളത് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇതോടുകൂടെ നമ്മൾ നമ്മുടെ കോഴ്സിൻ്റെ പേജിലേക്ക്, നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അറിയിപ്പുകളോ ഒക്കെ ആയിരിക്കും അതിൽ നോട്ടിഫിക്കേഷനായിട്ട് ആദ്യത്തെ സ്ക്രീനിൽ കാണിക്കുക. അനൗൺസ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ടാബാണ് അവിടെ വന്നിട്ടുണ്ടാവുക. ജസ്റ്റ് ഈ അനൗൺസ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഏറ്റവും അവസാനം നമ്മൾ നൽകിയ ആ അറിയിപ്പ് അവിടെ അവർക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോസ്റ്ററാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ചില സമയത്ത് ഓഡിയോ ആയിരിക്കും, ചില സമയത്ത് ടെക്സ്റ്റ് ആയിരിക്കും. എന്താണോ ഏറ്റവും അടിയന്തരമായിട്ട് പഠിതാവിനോട് പറയേണ്ട അതാണ് എന്തിലുണ്ടാവുക, അനൗൺസ്മെന്റ്സിലുണ്ടാകുക. അതെ, അതൊരു നോട്ടിഫിക്കേഷനായിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. 1 എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചുവന്ന മെസ്സേജ് നമ്മൾ വാട്സാപ്പ് മെസ്സേജ് കിടക്കണ പോലെ, വാട്സാപ്പിലൊക്കെ ഉള്ളത് പോലെ. അപ്പോൾ ഇനി ഇങ്ങനെ ഇത് റേഡിയോ കോഴ്സ് ഇപ്പോൾ എപ്പോഴാണ് തുടങ്ങുക, ഇതിപ്പോൾ എപ്പോഴാണ് പരീക്ഷ, ഞാൻ അടുത്ത ക്ലാസ് എന്തായിരിക്കും, ഇതൊന്നും എവിടെ ആലോചിച്ച് നടക്കണ്ട. വേണ്ട, നേരിട്ട് അനൗൺസ്മെന്റ്സ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ്, നമ്മൾ പറഞ്ഞ അനൗൺസ്മെന്റ്സ് അറിയിപ്പുകളൊക്കെ ആ ഒരു ഭാഗത്ത് കിട്ടും. നിലവിൽ ഈ സംവിധാനം ഉണ്ടായിരുന്നു, അത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വഴി മാത്രമായിരുന്നു നമുക്ക് പറ്റിയിരുന്നത്. പിന്നെ കോഴ്സ് എവിടെ വരെ എത്തും, എന്ന് തീരും, ആ സംഗതിയൊക്കെ കോഴ്സ് പ്ലാനറിലുണ്ടാവും. അതെ, കോഴ്സ് പ്ലാനർ അതാണ് ഈ ഏറ്റവും അടിയിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ള ഭാഗം. ഞാൻ ഇനി സുഖമാണ്. അപ്പം ഇനി പരീക്ഷൻ്റെ ദിവസം കൊണ്ടുപോയിട്ട് വീട്ടിലെ കല്യാണം വെക്കണ്ട. അതെ, പ്രസവവും മരണവും മാത്രമേ അന്ന് അനുവദിക്കുള്ളൂ. ബാക്കി എന്ത് ചെയ്യണം, പഠിതാക്കൾ ശ്രദ്ധിച്ച് പ്ലാൻ ഉണ്ടാക്കണം. പിന്നെ തൊട്ട് താഴെ അനൗൺസ്മെൻറ്റ്സിന് തൊട്ട് താഴെ നമ്മളൊരു ഫീച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സിൽ തൊട്ടടുത്ത വർക്കായിട്ട്, തൊട്ടടുത്ത പ്രവർത്തനമായിട്ട് പഠിതാക്കൾ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യം ഇവിടെ വന്നിട്ട് നിൽക്കും. ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഭാഗത്തു നിന്ന് നിൽക്കും. അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ 500-ന്റെ ആദ്യത്തെ ക്ലാസ് നമ്മൾ പ്രക്ഷേപണം ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ പഠിതാവ് ചെയ്യേണ്ടത് എന്താണ്, ആ ക്ലാസ് കേട്ടതിന് ശേഷം അതിൻ്റെ ക്ലാസ് ടെസ്റ്റാണ് ഈ പഠിതാവ് അറ്റൻഡ് ചെയ്യേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്ത് നേരിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് കോഴ്സ് ഓപ്ഷനിൽ കയറി കഴിഞ്ഞ് മൊഡ്യൂൾ 14-ന്റെ ആ ഒരു സാധനം അല്ലെങ്കിൽ എന്താണ് നമ്മളെ കോഴ്സ് അതങ്ങ് എടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഉത്തരം അയക്കാൻ പറ്റും. എന്നാൽ ചില സമയത്ത് അവിടെ നമുക്കൊരു ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു സാധനമായിരിക്കും വരിക. അപ്പോൾ ആ സമയത്ത് അവിടെ ഫീഡ്ബാക്കാണ് വരിക. അപ്പോൾ എന്താണോ കോഴ്സിൽ അടുത്തതായിട്ട് ഒരു പഠിതാവ്, അപ്പോൾ വൈകി വന്ന ഒരാൾക്കും എവിടുന്ന് തുടങ്ങണം എന്നുള്ളതിൽ എന്തില്ല, കൺഫ്യൂഷൻ ഇല്ല. നേരെ എന്ത് ചെയ്യാം,
എവിടുന്നാണോ വരുന്നത് അവിടുന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് അവിടുന്ന് അങ്ങോട്ടേക്ക് പോയാൽ മതി. ഡെയിലി എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും. ഫീച്ചർ എന്നാണ് നമ്മളതിനെ വിളിക്കുന്ന പേര്. പിന്നെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ കോഴ്സിനെ സംബന്ധിച്ചുള്ള ജനറൽ നിർദ്ദേശങ്ങളാണ്. ഏത് ദിവസമാണ് ക്ലാസ് ഉണ്ടാവുക, എങ്ങനെയാണ് ഹാജർ സംവിധാനം, എന്തിനാണ് മോഡൽ എക്സാം, പൊതുപരീക്ഷൻ്റെ രൂപം എന്താണ്, അങ്ങനത്തെ മൊത്തം കാര്യങ്ങൾ, എന്താണ് ഫോൺ ഇൻ വൈവ, എന്താണ് കോഴ്സ് വർക്ക്, ഇങ്ങനത്തെ നമ്മുടെ ഇതിൽ കോഴ്സിൽ ഉപയോഗിക്കുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഈ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ കോഴ്സ് പ്ലാനറാണ്. ഈ കോഴ്സ് പ്ലാനർ നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ അവിടെ ഒരു ബട്ടണാണ് കാണുക, സെൻഡ് ടു വാട്സപ്പ്. ഇപ്പോൾ ഈ കോഴ്സ് പ്ലാനർ എന്ന് പറയുന്ന ഭാഗത്ത് ഈ സെൻഡ് ടു വാട്സപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടെ അതിൻ്റെ ഒരു PDF ഫയൽ നമ്മുടെ വാട്സപ്പിലേക്ക് എന്ത് ചെയ്യും, വരും. അത് എന്തിനാ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സിലൊന്നും പങ്കെടുക്കാത്ത ആളുകളുണ്ടല്ലോ, ഓരോ കോഴ്സിൻ്റെയും സമയത്ത് സ്വന്തം ബന്ധുക്കൾ, കുടുംബങ്ങൾ, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇവർക്ക് നോക്കാൻ ഓൾറെഡി ഇതിലുണ്ടല്ലോ. പ്ലസ് അവർക്ക് പേഴ്സണലി ഒന്നുകൂടി കീപ്പ് ചെയ്യുക, അവരുടെ യാത്ര മറ്റു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. ചില ആളുകൾ ഈ പരീക്ഷൻ്റെ സമയത്ത് ഉംറക്കൊക്കെ പോയിട്ട് പിന്നെ ഉംറൻ്റെ ഇടയിലാണ് എനിക്ക് പരീക്ഷയ്ക്ക് പുതിയ ചാൻസ് വേണമെന്നൊക്കെ പറയും. അങ്ങനത്തെ ആളുകളൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ കോഴ്സിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ത് ചെയ്യും, അത് എന്നാണ് തുടങ്ങുന്നത്, അതിൻ്റെ കലണ്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ തൊട്ടടുത്ത് നമ്മുടെ ഈ സ്ക്രീനിലേക്ക് കാണാം മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ മൊഡ്യൂൾ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ മൊത്തം കോഴ്സിൻ്റെ ഒരു മിനിയേച്ചറാണ്. അതായത് എത്ര ക്ലാസ്സുകളുണ്ട് നമുക്കതിൽ കാണാം, ആ ക്ലാസ്സുകളുടെ പേര് കാണാം. പക്ഷെ നമ്മൾ ആ ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുള്ളൂ, ഇപ്പോൾ അത് ഡീആക്ടിവേറ്റ് ചെയ്ത് കിടക്കുക. അതെ. ഇപ്പോൾ പല ക്ലാസ്സുകളും ഡീആക്ടിവേറ്റ് ആയിട്ടായിരിക്കും അതിൽ കാണിക്കുക. അപ്പോൾ അതിൽ തിങ്കളാഴ്ച ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ക്ലാസ് അന്ന് വരും. അതായത് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, ബുധനാഴ്ചത്തെ അന്നു വരും, വെള്ളിയാഴ്ചത്തെ അന്നു വരും. ബാക്കി അവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് അവിടെ കിടക്കും. എന്നാലും നമുക്ക് അറിയാം ഇനി വരാനുള്ളത് എന്താണ്. മൊഡ്യൂളിന്റെ കുറച്ച് ഡീറ്റെയിൽ ഈ വീഡിയോയിൽ ചുരുക്കാൻ തോന്നുന്നുണ്ട്. ഭയങ്കര ലെങ്തി ആയാൽ ഞാൻ ഇനി എസെൻഷ്യലായ കാര്യങ്ങളിലേക്ക് പോവാം. പിന്നെ ഹെൽപ്പിൽ ഉള്ള കാര്യങ്ങൾ ശ്രോതാക്കളൊന്ന് നോക്കട്ടെ, നമ്മൾ പറയണില്ല അല്ലേ, അടുത്ത വീഡിയോയിലാക്കാം. പിന്നെ നമുക്ക് ഇനി ഇതിന്റെ നിങ്ങളെ ഡാഷ്ബോർഡൊക്കെ വരുന്നേ പ്രൊഫൈലിന്റെ ആ ഭാഗം ഒന്ന് എടുത്ത് അവിടെ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. അപ്പം അതുമല്ല, ചില ആളുകളെ പേരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ എൻ്റർ ചെയ്തപ്പം തെറ്റിയിട്ടുണ്ടാവും, ചില അക്ഷരങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ഭീകരമായി തെറ്റിയിട്ടുണ്ടാവും. ചില ആളുകൾ ശരിയായ പേരായിരിക്കില്ല ഉപയോഗിച്ചിട്ടുണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ശരിക്കുള്ള പേര് കൊടുക്കണം. അതെ, ശരിയായ പേര് ആളുകൾ കൊടുക്കണം. അപ്പം അത് പേര് എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ വലതുവശത്തായിട്ട് കാണുന്ന ഒരു സർക്കിൾ ഉണ്ട്. അതിൽ നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം. അതെ, നമ്മുടെ പേര് മാറും. എന്റേത് ടി ആയിരിക്കും, എന്റേത് എസ് ആണ് വന്നിട്ട്. ഇവിടെ ഇപ്പോ മുഹമ്മദ് ശിഹാബ് എന്നാണെങ്കിൽ എം ആയിരിക്കും. അതെ, അത് ഭാവിയിൽ അവിടെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലൂടെ വെച്ചതാണ്. ഇപ്പം നമുക്ക് അവിടെ നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമായിരിക്കും. ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു ഭാഗം വന്നിട്ടുണ്ട്. അതുപോലെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പിന്നെ ആഡ് ഫാമിലി മെമ്പർ, നമുക്ക് നമ്മുടെ സബ്ബായിട്ട് കുട്ടികളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ അതേ ഫോണിൽ നിന്ന് ആഡ് ചെയ്യാം, അതിനുള്ള ഓപ്ഷനാണ്. പിന്നെ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് വന്നിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മുടെ വിവരങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൽ എഡിറ്റ് ആവും. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഫീച്ചറാണ്. ഇപ്പോൾ ഡാഷ്ബോർഡ് ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തത് കാണാം. അപ്പോൾ അതിൽ 2 ഭാഗങ്ങളായിട്ടാണുള്ളത്. ഇപ്പോൾ ഒരു പഠിതാവ് ഇതുവരെ ചെയ്ത മുഴുവൻ കോഴ്സുകളും, അതായത് കംപ്ലീറ്റ് ചെയ്ത കോഴ്സുകൾ, പൊതുപരീക്ഷ അടക്കം കംപ്ലീറ്റ് ചെയ്ത കോഴ്സുകൾ ഈ കംപ്ലീറ്റഡ് കോഴ്സസ് എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് ചെയ്യും, വന്നു നിൽക്കും. അപ്പം അതൊന്നും അവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. ഇനി അതല്ല, ചില ക്ലാസ്സുകളൊക്കെ 1-2 ക്ലാസ്സുകൾ കേട്ട് ആ കോഴ്സ് നിർത്തിയ ആളുകളുണ്ടാവും. നമ്മൾ പിന്നെ പല കാരണങ്ങൾ വിട്ടുപോയി, പൊതുപരീക്ഷ എഴുതാൻ വിട്ടുപോയി, അങ്ങനത്തെ കോഴ്സുകൾ ഈ എക്സ്ക്ലൂസീവ് കോഴ്സ് എന്ന് പറയുന്ന ഭാഗത്തുണ്ടാവും. അതായത് റേഡിയോയിൽ പണ്ട് പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സുകളാണ്. നിലവിൽ നടക്കുന്ന ആളുകളൊന്നും അതിൽ എൻറോൾ ചെയ്യണം നിർബന്ധമല്ല. അതായത് ഒരാൾക്ക് ഇപ്പോൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് മുതൽ പോരാ. ഏത് ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാന്നുള്ള പറയാം. 500 പ്രസ് ചെയ്തിട്ട് അതിൽ 500 ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 500ന്റെ മൊത്തം ലിസ്റ്റ് അതിൽ വരും. 13 മൊഡ്യൂളും വരും. അതെ, 13 മൊഡ്യൂളും വരും. അതിൽ ഓരോ മൊഡ്യൂളിലും ഏത് ആയത്താന്ന് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ അതിൽ കാണിക്കും. അപ്പോൾ അതിന് നേരെയുള്ള ജസ്റ്റ് ഇപ്പോൾ മൊഡ്യൂൾ 1 നേരെയുള്ള എൻറോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ അതെന്ത് ചെയ്തു, നമ്മുടെ ഫസ്റ്റ് സ്ക്രീനിൽ ഹോം സ്ക്രീനിലെ എൻറോൾഡ് കോഴ്സ് എന്ന്. എനിക്ക് പറ്റിയ അബദ്ധം പറയാം, ഞാൻ അത് പിന്നെ നിൽക്കാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരേപോലെ ആയതുകൊണ്ട് ഒന്നാമത്തത് ഇവിടെ താഴോട്ട് ഇറങ്ങിയത് നമ്മൾ കണ്ടിട്ടില്ല, താഴോട്ട് ലിസ്റ്റിലേക്ക് മാറിയത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നെക്കിക്കൊണ്ടിരിക്കും.
വീണ്ടും വീണ്ടും എൻറോൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ നിൽക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 2, 3 ഒക്കെ എന്ത് ചെയ്തു, എൻറോൾ ചെയ്തു. അടുത്ത എൻറോൾ ചെയ്യുമ്പോൾ അതിൽ മെസ്സേജ് വരും. ഒരു സമയം ഒരു പഠിതാവിന് 5 കോഴ്സുകളാണ് മാക്സിമം ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു മെസ്സേജ് വരും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അബദ്ധത്തിൽ ചെയ്ത കുറേ ആളുകളുണ്ടാവും. ആ ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പീസ് ഘടക കോഴ്സ് ഓപ്ഷനിൽ തന്നെ ആ ഹോം പേജിൽ കാണുന്ന, അഥവാ നമ്മുടെ ക്ലാസ് റൂം പേജിൽ കാണുന്ന ആ അന്നൂർ, അപ്പോൾ ഇതിൽ ഉദാഹരണത്തിന് സ്ക്രീനിലേക്ക് കാണാം അന്നൂർ മൊഡ്യൂൾ 1. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിന് മുകളിൽ 3 ടാബുകൾ വന്നിട്ടുണ്ട്, ഹോം, മൊഡ്യൂൾ, ഹെൽപ്പ്. ഇതിൽ ഹെൽപ്പിൽ പോയിട്ട് ഏറ്റവും താഴെ കാണുന്ന കോഴ്സ് ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. ഈ ഒരു കോഴ്സ് ഡ്രോപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു കോഴ്സും നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. അതായത് താൽക്കാലികമായിട്ട് പഠനം നിർത്തി മാറ്റി വെക്കാം. പിന്നീട് എന്ത് ചെയ്യാം, അതേ സ്ഥാനത്ത് നിന്ന് അത് തുടരാനും സാധിക്കും. നമുക്ക് എന്ത് ചെയ്യില്ല, ഒന്നും നഷ്ടപ്പെട്ട് പോകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു കോഴ്സ് ഇവിടെ കോഴ്സ് ഡ്രോപ്പ് എന്ന് ക്ലിക്ക് ചെയ്യാണ്, ഓക്കെ കൊടുത്തു. അതോടുകൂടെ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ് റൂം പേജ്, നമ്മുടെ ഈ ഫസ്റ്റ് വരുന്ന ഈ ഒരു പേജിൽ നിന്ന് ആ ഒരു കോഴ്സ് പോകും. ഇതുപോലെ ഞാൻ രണ്ടാമത്തെ ഒരു കോഴ്സ് എടുത്തു, ഹെൽപ്പിലേക്ക് വന്നു, കോഴ്സ് ഡ്രോപ്പിലേക്ക് വന്നു, കോഴ്സ് ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ആ ഒരു കോഴ്സും എന്ത് ചെയ്യും, പോകും. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഇത്തരം കോഴ്സുകൾ എൻറോൾ ചെയ്ത് വെക്കരുത്. നമ്മൾ മിസ്സായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് മാത്രം എൻറോൾ ചെയ്യുക. ഇനി ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഇത് ക്ലാസ്സുകൾ കേൾക്കണം എന്നുള്ള ഉദ്ദേശമായിരിക്കും. അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ടോപ്പിൽ എസ് എന്ന് പറഞ്ഞ, അതായത് താജുഖാനിലാകുമ്പോൾ ടി ആയിരിക്കും, നമ്മൾ ടോപ്പിൽ പറഞ്ഞ ആ സർക്കിൾ, അതിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഈ പ്ലേ ലിസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 500 ക്ലാസ്സുകളാണ് കേൾക്കേണ്ടതെങ്കിൽ 500ൻ്റെ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം 500 മൊഡ്യൂൾ 1 ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ക്ലാസ്സുകൾ, അതായത് 500 മൊഡ്യൂൾ 1 മൊത്തം ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, നമുക്ക് കേൾക്കാം. അങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലാസ് പോയി, മൂന്നാമത്തെ ക്ലാസ്, എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അതുവരെ പോകും. പിന്നീട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടേക്കും അത് കേൾക്കാം. ക്ലാസ്സിൻ്റെ ടൈറ്റിലും സംഗതികളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആണ്. കേൾവി മാത്രം പരിഗണിക്കുന്ന പഠിതാക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഫീച്ചറാണ് യഥാർത്ഥത്തിൽ പ്ലേലിസ്റ്റ്. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏത് കോഴ്സിലും, ഇപ്പോൾ ലൈഫിലെ ഒരു ക്ലാസ്, ശുദ്ധിയായി ബന്ധപ്പെട്ട ക്ലാസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് കേൾക്കാം. അതിലേത് ക്ലാസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ എന്ത് ചെയ്യും, ബുക്ക് മാർക്ക് ചെയ്യപ്പെടും. തുടർന്ന് അവിടുന്ന് അങ്ങോട്ടേക്കായിരിക്കും നമ്മുടെ റേഡിയോ ഓട്ടോമാറ്റിക്കലി ആ ഒരു സെലക്ഷൻ എടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലേലിസ്റ്റ് സംവിധാനം നമുക്കുണ്ട്. അതും നമ്മൾ ഈ ഒരു ടോപ്പിൽ കാണുന്ന ആ ഒരു സർക്കിൾ, നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമുള്ള സർക്കിൾ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുക. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ചില സമയത്ത് ഇപ്പോൾ മൊഡ്യൂൾ 13 എനിക്കൊന്ന് എൻറോൾ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, താജുക്ക ശ്രദ്ധിക്കുന്നുണ്ടാവും സ്ക്രീനിൽ. അപ്പോൾ അതിൽ ഞാൻ ടോപ്പിൽ വന്നു, ആ എസ് എന്ന് പറയുന്ന ആ ഒരു സർക്കിൾ ക്ലിക്ക് ചെയ്തു, ഡാഷ്ബോർഡിലേക്ക് വന്നു, 500 ക്ലിക്ക് ചെയ്തു. ശേഷം ഞാൻ മൊഡ്യൂൾ 13 ചെയ്യുന്നത്. മൊഡ്യൂൾ 13 എന്ത് ചെയ്തു, എൻറോൾ ചെയ്തു. അത് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ക്ലാസ് റൂം പേജിലേക്ക് ഫസ്റ്റ് കാണുന്ന ആ ഒരു സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ടാവും. മൊഡ്യൂൾ 13 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഫീച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ക്ലാസ് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇതിൽ ക്ലാസ് എ ആണ് കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ക്ലാസ് 6 വരെയുള്ള ചോദ്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. 7 മുതൽ എന്ത് ചെയ്തിട്ടില്ല, അയച്ചിട്ടില്ല. ഈ കളർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ചില ക്ലാസ്സുകൾക്ക് അതിൽ മഞ്ഞ കളറായിരിക്കും, അത് വൈകി ഉത്തരം അയച്ചത് കൊണ്ടാണ്. നമ്മൾ ഉത്തരം അയക്കുന്നത് ഹാജരായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകി കഴിഞ്ഞാൽ അത് മഞ്ഞ നിറത്തിലായിരിക്കും. ഒരു 30% മാർക്കും നമുക്കതിൽ കുറവ് വരും. പിന്നെ എഴുതാത്ത ക്ലാസ്സുകൾ, ചെയ്യാത്ത ക്ലാസ് ടെസ്റ്റുകളൊക്കെ നമുക്ക് ഈ റെഡ് കളറിലുമായിരിക്കും അതിൽ കിട്ടുക. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അത് കിട്ടും, കണ്ടില്ലേ? ഈ ഒരു ഭാഗത്ത് നേരെ ഫീച്ചറിൽ ക്ലാസ് 7 ഇപ്പം വന്നിട്ട് നിൽക്കുന്നത്. ഇനി നോക്കുക, ഓരോ ക്ലാസ്സുകൾക്ക് നേരെയും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ്സുകളുടെ വീഡിയോ കിട്ടും. അപ്പോൾ ഞാനിതിൽ വീഡിയോ ആഡ് ചെയ്തിട്ടില്ല. വീഡിയോ ആഡ് ചെയ്തത് ഞാൻ ഈ ടെസ്റ്റ് കോഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു, മൊഡ്യൂളിലേക്ക് വന്നു, ക്ലാസ് 1 എടുത്തു, അതിൻ്റെ വീഡിയോ പ്ലേ ചെയ്തു. വീഡിയോൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും,
അതിൻ്റെ അടിഭാഗത്ത് റെഫറൻസ് സംവിധാനം കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ പ്ലേ ചെയ്യാം. ഈ റെഫറൻസിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മൾ മുൻപും ഈ റെഫറൻസ് നമ്മുടെ കോഴ്സ് ഓപ്ഷനിലുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ സൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ പ്ലസ് മൈനസ് ബട്ടണുകൾ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകളെ റെഫറൻസ് നമുക്ക് കൃത്യമായിട്ട് സൈസ് കൂട്ടി കാണാനൊക്കെ നമുക്ക് പറ്റും എന്നുള്ളത് പഠിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതേ റെഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൊഡ്യൂൾ പേജിൽ വന്നാൽ ഓരോ ക്ലാസ്സിനും ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് റെഫറൻസ് കിട്ടും. പിന്നെ ക്ലാസ് പ്ലേ ചെയ്യാൻ അതിന് തൊട്ടടുത്തുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ പ്ലെയറിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഫീച്ചർ കിട്ടും. അല്പം വേഗത കൂട്ടണം എന്നുദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ പ്ലെയറിൻ്റെ ഏറ്റവും വലതുവശത്ത് അടിയിലായിട്ടുള്ള ഒരു സ്പീഡ് കൂട്ടുന്ന സാധനമുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്പീഡ് 1.25 1.5 ഈ രൂപത്തിൽ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. പിന്നെ നോട്ടൊക്കെ എഴുതുന്ന ആളുകൾക്ക് ഒരു 5 സെക്കൻഡ് പിന്നിലോട്ട് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് പിന്നിലോട്ടൊക്കെ നമുക്ക് കൊണ്ടുവരാൻ 10 സെക്കൻഡ്സ് ബാക്ക് 10 സെക്കൻഡ്സ് ഫ്രണ്ട് ഈ രൂപത്തിലുള്ള ബട്ടൺസ് എന്താണ് ഇതിൽ അവൈലബിൾ ആണ്. അതെ. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹെൽപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടും. പൊതുവായിട്ട് ആളുകൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങളും സംഗതികളൊക്കെ ഈ ഒരു ഹെൽപ്പ് എന്ന് പറയുന്ന ഭാഗത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ FAQ എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, പൊതുവായിട്ട് ആളുകൾക്കുള്ള സംശയങ്ങൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സംഗതികൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സ്റ്റഡി പ്ലാനർ എന്നൊരു ഫീച്ചറുണ്ട്. അതിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാല്ലാ നമ്മൾ പറഞ്ഞു തരും. നമ്മുടെ പഠനം പ്ലാൻ ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ വൈകി എന്തെങ്കിലും ജെന്യൂനായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വൈകിയാൽ നമുക്കെന്തുണ്ട്, ചില ഇളവുകളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ നമ്മൾ കോഴ്സിൻ്റെ മുന്നോട്ട് പോകുന്ന സമയത്ത് വിശദമായി നമ്മൾ എന്ത് ചെയ്യും, പഠിപ്പിക്കും ഇൻഷാല്ലാ. പിന്നെ ഈ ടെസ്റ്റിമോണിയൽസ്, അഥവാ ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്ന ഈ കോഴ്സിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംഗതികളും ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യും. പുതിയൊരു മൊഡ്യൂളിൽ നിന്ന് നമ്മളൊരു ക്ലാസ് ആരംഭിച്ച ശേഷം അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ സബ്മിറ്റ് ചെയ്യാനുള്ള സ്പേസാണ് ഈ ഒരു ഭാഗത്ത്. ഇവിടെ നമ്മുടെ സംശയങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, നമുക്ക് റിപ്ലൈ കിട്ടും, ക്ലാസ്സുകളിൽ മറുപടി കിട്ടും. ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ മറുപടിൻ്റെ ലിങ്കും സംഗതികളും ലഭ്യമാക്കുന്ന രൂപത്തിലാണ് ഈ ഒരു ഫീച്ചറുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിൽ വന്ന പുതിയ ഫീച്ചേഴ്സാണ്. ചില പഠിതാക്കൾക്കൊക്കെ ചില ഇഷ്യൂസ് ഉണ്ട്, അത് പരിഹരിക്കണം. അതിന് നിങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പർ 9747845845 സ്ക്രീനിൽ കാണാം. ഈ ഒരു നമ്പറാണ്. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കണം. പിന്നെ എന്തെങ്കിലും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഫീഡ്ബാക്കായിട്ട് നമ്മളെ അറിയിക്കണം. നമുക്കറിയാം നമ്മുടെ ഈ ഒരു കോഴ്സ് ഓപ്ഷൻ ശരിക്ക് അതിൻ്റെ ഒരു പ്രാഥമിക സ്റ്റേജാണ് ശരിക്കും ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇനിയും ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളതിൻ്റെ പരിശ്രമങ്ങളിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ ഈ ഒരു കോഴ്സ് സംബന്ധമായിട്ടുള്ള ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.